വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ പ്രഭാതം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉള്ളത് ആയിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം എസ്തേറിൻ്റെ പുസ്തകം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ശമൂവേൽ 13 അധ്യായം 3 വാക്യം. ശിമയയുടെ മകനായി യോനാദാബ് എന്നു പേരുള്ള ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. ദാവീദ് രാജാവിൻ്റെ സഹോദരനായ ശിമയയുടെ മകനാണ് യോനാദാബ്. യഹോനാദാബ് എന്ന പേര് ലോപിച്ചാണ് യോനാദാബ് എന്ന പേരുണ്ടായതെന്ന് കാണുന്നു. ഈ പേരിൻ്റെ അർത്ഥം യാഹ്വേ ദയാലു എന്നായിരുന്നു. യോനാദാബ് കുശാഗ്ര ബുദ്ധിയുള്ളവനായിരുന്നു. തിരുവചനത്തിൽ യോനാദാബിനെ കുറിച്ച് പറയുന്നത് അവൻ വലിയ ഉപായി ആയിരുന്നു എന്നാണ്. ദാവീദിൻ്റെ മകനായ അമ്നോനും യോനാദാബും തമ്മിൽ വളരെ സുഹൃത്തുക്കൾ ആയിരുന്നു. 2 ശമൂവേൽ 13 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദാവീദിൻ്റെ ജ്യേഷ്ഠനായ ശിമയയുടെ മകനായ യോനാദാബ് എന്നു പേരുള്ള ഒരു സ്നേഹിതനുണ്ടായിരുന്നു. യോനാദാബ് വലിയ ഉപായി ആയിരുന്നു എന്ന്. എന്നാൽ ഈ പ്രഭാതത്തിൽ യോനാദാബിൻ്റെ ഉപായം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, കുടില തന്ത്രങ്ങൾ മെനയുന്ന യോനാദാബ്. സൗഹൃദങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു ഘടകമാണ്. സ്വപ്നത്തിൻ്റെ, കർമ്മത്തിൻ്റെ, ഹൃദയമർമ്മരങ്ങളുടെ ഒക്കെ സ്പന്ദനം മനസ്സിലാക്കുന്നയാളാണ് എൻ്റെ ആത്മസുഹൃത്ത്. സുഹൃത്തുക്കളോട് പറയാത്തതായി യാതൊന്നുമില്ല. അപ്രകാരം 2 സുഹൃത്തുക്കളാണ് അമ്നോനും യോനാദാബും. ഇവിടെ തൻ്റെ സഹോദരിയോട് തോന്നിയ തെറ്റായ വികാരം അമ്നോൻ തുറന്നു പറയുന്നത് തൻ്റെ വിശ്വസ്ത സുഹൃത്തായ യോനാദാബിനോടാണ്. ഒരുപക്ഷെ മറ്റാർക്കും അറിയാത്ത ഒരു രഹസ്യമായിരിക്കാം അത്. എന്നാൽ ഇവിടെ യോനാദാബ് ഗൂഢതന്ത്രങ്ങൾ മെനയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് ഇപ്രകാരമാണ്. 5 വാക്യത്തിൽ കാണുന്നു: യോനാദാബ് അവനോട്, നീ രോഗം നടിച്ച് കിടക്കയിൽ കിടന്നുകൊള്ളുക. നിന്നെ കാണുവാൻ നിൻ്റെ അപ്പൻ വരുമ്പോൾ നീ അവനോട്, എൻ്റെ സഹോദരിയായ താമാർ വന്ന് എന്നെ ഒന്ന് ഭക്ഷണം കഴിപ്പിക്കണം. അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുകെ അവൾ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഭക്ഷണം ഒരുക്കണം എന്ന് അപേക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട്, തിന്മയുടെ വക്താവായി തീരുന്ന യോനാദാബ്. ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന സംഗതികളാണ് നന്മയും തിന്മയും. ഇവ എല്ലായിടത്തും ഉണ്ട്. എന്നാൽ ഏത് സ്വീകരിക്കുന്നു, ഏത് തിരസ്കരിക്കുന്നു എന്നതാണ് പ്രധാനം. തൻ്റെ സുഹൃത്തിനെ തിന്മ സ്വീകരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു യോനാദാബിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം അമ്നോനിൽ നിന്നും തനിക്ക് ലഭിക്കാവുന്ന പ്രീതിയോ സുഹൃത്ത് ബന്ധമോ സാമ്പത്തികമായ ചെറിയ നേട്ടങ്ങളോ ഇവ കാരണം തെറ്റാണെന്ന് പറയുവാനുള്ള ഉൾക്കരുത്ത് യോനാദാബിന് ഇല്ലാതെ പോകുന്നു. ഇവിടെ യോനാദാബ് സുഹൃത്ത് ബന്ധത്തിന് മങ്ങലേൽപ്പിക്കുകയും സാഹോദര്യ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇന്നത്തെ സമൂഹത്തിലും നമുക്കിതൊക്കെ കാണുവാൻ സാധിക്കുന്നതാണ്. സ്വന്തം നിലനിൽപ്പിനു വേണ്ടി സുഖദുഃഖങ്ങൾ പങ്കിട്ട സുഹൃത്തിനെ ഇല്ലായ്മ ചെയ്യുവാൻ ധൈര്യം കാട്ടുന്ന സമൂഹം. ഒറ്റ നിമിഷം കൊണ്ട് അവന് തൻ്റെ സുഹൃത്ത് മറ്റാരോ ആയി മാറുന്നു. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നല്ല സൗഹൃദത്തിൻ്റെ തണലിൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ പിറവിയെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: പ്രിയ കർത്താവേ, സൗഹൃദങ്ങളോട് ആത്മാർത്ഥത കാണിക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.